പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു സ്പെഷ്യൽ കേക്കാണ്. ക്രീം ചീസ് പൗണ്ട് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. പേര് പോലെ തന്നെ ക്രീം ചീസാണ് ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ക്രീം ചീസിൻ്റെ ഒരു ടെക്സ്ചർ ഒരുമാതിരി ഇവിടെ എല്ലാവർക്കും അറിയാം, അതിൻ്റെ സോഫ്റ്റ്നെസ്സും അതിൻ്റെ ആ ക്രീമി ടെക്സ്ചറും ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്പെഷ്യൽ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ വീറ്റാണെങ്കിലും എടുക്കാം, പക്ഷേ കളർ നമുക്കൊന്ന് കുറച്ചൊന്ന് ഡള്ളാവും. സാധാരണ ക്രീം ചീസിൻ്റെ കളർ നല്ല വൈറ്റ് കളറല്ലേ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ ഇവിടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുറച്ച് മതി ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ വേണ്ടത് നമുക്ക് ഷുഗർ ഞാൻ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. കാരണം ബട്ടറും ചീസൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് മധുരം കുറച്ച് വേണം. അപ്പോൾ ഈ ഷുഗർ ഞാൻ എടുത്തിരിക്കുന്നത് അധികം തരിയില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തരിയുള്ള ഷുഗർ ആണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക, അതല്ല ചെറിയ തരിയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേണ്ടത് എഗ്ഗാണ്. 4 എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 4 എടുത്തത്. വലിയ എഗ്ഗാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 125 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ബട്ടറും ചീസും നമുക്ക് കുറച്ച് വേണം, അതുകൊണ്ട് കുറയ്ക്കേണ്ട. 125 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 75 ഗ്രാമാണ് നമ്മളുടെ ക്രീം ചീസ്. ബട്ടറിനെക്കാട്ടും എപ്പോഴും കുറച്ചേ ആകാൻ പാടുള്ളൂ ചീസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതലൊരു ഫ്ലേവർ നമുക്ക് തോന്നും. പിന്നെ വാനില എസൻസ് ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് ലെമണിൻ്റെ സെസ്റ്റാണ്, ലെമണിൻ്റെ തൊലിയില്ലേ നാരങ്ങയുടെ. ഇപ്പം നിങ്ങൾക്ക് നാരങ്ങ ഇല്ലെങ്കിൽ ഓറഞ്ച് ആയാലും ഒരു അഡീഷണൽ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതുണ്ടെങ്കിൽ എടുക്കുക. ഇനി നമുക്കൊരു കേക്കിൻ്റെ പാൻ റെഡിയാക്കി എടുക്കണം. ഇത് ഞാനിവിടെ ഒരു ബണ്ട് പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഷേപ്പിലുള്ള പാനിൻ്റെ പേരാണ് ബണ്ട് പാൻ. ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ പേരാണത്. ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അപ്പം നിങ്ങളുടെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഷേപ്പിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്നും ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള ഈ കോർണേഴ്സിലോട്ടൊക്കെ ഇന്നർ പാർട്ടിലോട്ടൊക്കെ ഞാൻ ഇച്ചിരി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൗഡർ അതിൽ വിതറി അതിൻ്റെ ഈ ഇൻസൈഡ് പോർഷനെല്ലാം നമുക്കൊന്ന് കവർ ചെയ്യണം. കാരണം നമുക്ക് ബട്ടർ പേപ്പർ ഇതിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിതുപോലെ പൗഡർ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ഷേപ്പിലുള്ള പാനും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതുപോലെ പൊടിയിട്ടിട്ട് ഒന്ന് എല്ലാ സൈഡും കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ആ സെൻറ്റർ പോർഷനൂടെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കാരണം ഞാനിപ്പോഴും മറന്നു പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിനകത്ത് ബട്ടർ പേപ്പർ ഇടേണ്ട കാര്യമില്ല, ഒട്ടും തന്നെ കേക്ക് ഒട്ടിപ്പിടിക്കത്തില്ല ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫ്ലവർ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോണിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്. ഇത്രയുമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടി അരിപ്പിക്കാത്തവരെ നമുക്കൊരു മിനിമം ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നാലാണ് നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നത്. അപ്പം ഞാൻ അരിച്ചെടുത്ത് അത് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്, വലിയൊരു പാത്രം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം 15 മിനിറ്റ്. ഞാനൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മിക്സിങ്ങിന് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു ഹാൻഡ് മിക്സറാണ്. ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് എടുക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ, അതായത് 125 ഗ്രാം ബട്ടർ ആദ്യം ഞാൻ മിക്സിംഗ് ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. എന്നിട്ട് അതായത് ഈ ബട്ടറും നമ്മുടെ ചീസും എല്ലാം എഗ്ഗും ഇത്രയെല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ. ഏതെങ്കിലും സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ അതൊരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പം ബട്ടർ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് എന്ന് വെച്ചാൽ അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഏകദേശം ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഒന്നുകൂടെ ഒന്ന് ലൈറ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അപ്പം ഈ ബട്ടർ ഒന്ന് ലൈറ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കളർ ഒന്ന് ലൈറ്റ് ആകും. ഒന്ന് ഡാർക്ക് യെല്ലോ എന്നുള്ളത് ഒരു ലൈറ്റ് യെല്ലോ ആകും. അതുപോലെ തന്നെ നമ്മൾ ഈ കേക്കിനെ പൗണ്ട് കേക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പൗണ്ട് കേക്ക് എന്ന് പറയുമ്പോൾ പൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു യൂണിറ്റാണ്, അതായത് മാസിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പം നമ്മൾ എല്ലാം 1 പൗണ്ട് വെച്ചാണ് ഈ പൗണ്ട് കേക്കിൽ എടുക്കുന്നത്. അതായത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/2 കിലോ വരും കേട്ടോ. അപ്പം അതായത് നമ്മളുടെ ബട്ടറും 1 പൗണ്ട്,
അതുപോലെ തന്നെ പൊടി 1 പൗണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര ഷുഗർ 1 പൗണ്ട്, ഇങ്ങനെ എല്ലാം എഗ്ഗ് 1 പൗണ്ട്, ഇതെല്ലാം കൂടി 1 പൗണ്ട് ആക്കിയിട്ട് എടുത്ത് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്യുന്ന കേക്കിനാണ് പൗണ്ട് കേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ കണ്ടില്ലേ, സാധാരണ കേക്കിനെക്കാട്ടും കൂടുതൽ ബട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഏകദേശം അതേ അളവിന് മുട്ട, പിന്നെ പൗഡർ, ഷുഗർ, ഇതൊക്കെ ഏകദേശം ഒരു ഈക്വൽ എമൗണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പൗണ്ട് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബട്ടർ ഇവിടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റേ ബീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ ചീസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കണം. അപ്പോൾ ചീസ് നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ബട്ടറിനെക്കാട്ടും കൂടുതലാവുകയോ ഈക്വൽ എമൗണ്ട് എടുക്കുകയോ ചെയ്യരുത്. ചീസ് ഒരു 75 ഗ്രാം തന്നെ മതി. അപ്പം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ചീസിൻ്റെ വേറൊരു ടേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റ് മതി. നന്നായിട്ടൊന്ന് മിക്സ് ആവണം, പ്രോപ്പറായിട്ട് ഈ ബട്ടറും ചീസും ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ഇതിപ്പം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ബട്ടറും ചീസും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് വിസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ, അതൊന്ന് കുറച്ചൊന്ന് മിക്സായി വരാനായിട്ട്. അപ്പം ബീറ്റർ എളുപ്പത്തിന് ഞാനങ്ങ് എടുത്താൽ. ഇനി നമുക്കിതിനകത്ത് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു തരിയുള്ള പഞ്ചസാര എടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഷുഗർ നന്നായിട്ട് മിക്സ് ആവണം, നന്നായിട്ട് മിക്സ് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഈ ചീസും ബട്ടറും ഷുഗറും വളരെ നന്നായിട്ട് തന്നെ ഫ്ലഫി ആക്കി എടുക്കണം. അപ്പം ഞാനിവിടെ നമുക്കൊരു 4-5 മിനിറ്റോളം ഇതൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് പൊടിക്കാത്ത പഞ്ചസാരയാണ്, അപ്പം പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് ആണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ പഞ്ചസാര ശരിക്കും മിക്സ് ആയില്ലെങ്കിൽ നമ്മൾ അത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചസാര കേക്കിൻ്റെ മേലിലോട്ട് വന്നിട്ട് ഷുഗർ വന്നിട്ട് കേക്കിൻ്റെ ടോപ്പ് മാത്രം കുറച്ച് ഹാർഡാകും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ബട്ടറും ഷുഗറും നന്നായിട്ട്, ബട്ടറും ചീസും ഷുഗറും നന്നായിട്ട് മിക്സ് ആവണം. ഓക്കെ, അപ്പം ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിപ്പം പ്രോപ്പറായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വടിച്ചെടുക്കട്ടെ. നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. എന്താ കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഷുഗർ നന്നായിട്ട് ചീസും ബട്ടറും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ കണ്ടോ, അത് മൊത്തത്തിൽ മാറി ഒരുപാട് ലൈറ്റായി. മറ്റേ നമ്മളുടെ ബട്ടറിൻ്റെ ഒന്നും കളറേ അറിയുന്നില്ല. ഇനി നമുക്കിതിനകത്ത് ഓരോന്നോരോന്നായിട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കണം. അപ്പം 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഒരു എഗ്ഗ് ഇട്ട് മിക്സ് ആയതിന് ശേഷം വേണം അടുത്തത്. കാരണം എഗ്ഗ് എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ യെല്ലോ ഒരുപാട് അങ്ങ് ബീറ്റ് ആവണ്ട. അപ്പം ഇത് നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ ഈ ബട്ടറിനകത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോയൊരവസ്ഥയായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇപ്പം നമ്മളിപ്പം ഇൻ കേസ് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു കറി ടെക്സ്ചർ വന്നാലും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ പൊടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. എഗ്ഗ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എസൻസ് ഏതാണ് നമ്മുടെ ഫ്ലേവർ എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇത് എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകാനായിട്ട്, പിന്നെ നമ്മളുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ, അപ്പോൾ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വാനിലയാണ് ചേർത്തത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില ചേർത്തു, വാനില എസൻസ്. അതിൻ്റെ കൂടെ കുറച്ച് ലെമണിൻ്റെ നാരങ്ങയുടെ തൊലി. അപ്പം അത് നിങ്ങൾക്ക് ഇപ്പം നാരങ്ങയല്ല ഓറഞ്ച് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ എസൻസ്, ഏത് എസൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തപ്പോൾ കണ്ടോ, ഇതിൻ്റെ വോളിയം കുറച്ച് കൂടിയിട്ടുണ്ട്, എമൗണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ മിക്സ് ചെയ്യേണ്ടതെല്ലാം പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചേർത്താൽ മതി കേട്ടോ. അതായത് മിക്സ് ചെയ്യുന്നത് അങ്ങനെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണം, നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് വേണം എടുക്കാൻ, എന്നാലും നമുക്ക് എയർ കറക്റ്റായിട്ട് ഇതിനകത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. ഒരുപാട് സ്പീഡിലിട്ട് മിക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളുടെ പൊടി പ്രോപ്പറായിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതായത് ഇപ്പം ലാസ്റ്റ് മിക്സിങ് ആണ്, അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പൊടിയെല്ലാം ഇട്ട് കൊടുത്തു.
ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രത്യേകിച്ച് പൗണ്ട് കേക്ക്, ക്രീം ചീസ് കേക്ക് ഒരുപാട് ലൂസ് ആയിരിക്കത്തില്ല, ഇതുപോലെ ആയിരിക്കണം. അത് ഒരുപാട് അങ്ങ് ഫ്രീ ഫ്ലോയിങ് ആയുള്ളൊരു ടെക്സ്ചർ ആയിരിക്കത്തില്ല. അപ്പോൾ കണ്ടോ, ഇതുപോലൊരു ടെക്സ്ചർ ആയിരിക്കും. അപ്പം ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പം കേക്ക് അങ്ങ് പൊങ്ങിയിട്ടങ്ങ് താന്നു പോവും. അപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് പാനിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ബേക്കിംഗ് പാൻ റെഡിയാക്കി വെച്ചിരുന്നതിനകത്തോട്ട് ഞാൻ ഇതൊന്ന് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച്, ഇപ്പം ഈ ബണ്ട് പാനിൻ്റെ സെൻറ്റർ എപ്പോഴും ഹോളുള്ളതായിരിക്കും കേട്ടോ. ആ ഒരു ഷേപ്പിനാണ് ബണ്ട് പാൻ എന്ന് പറയണത്. ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത്ര ഒരു കുറച്ചൊരു തിക്നെസ് ഉള്ള കാരണം തന്നെ നമ്മൾ ടോപ്പൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ടാപ്പ് ചെയ്യണം. അപ്പം ഏതെങ്കിലും അകത്തെ എയർ ബബിൾസ് ടാപ്പ് ചെയ്തിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് പോവാനാണ്. അപ്പം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് ചിലപ്പോൾ ഈ തിക്നെസ് ഉള്ള ബാറ്റർ അല്ലേ, അപ്പോൾ ഒന്ന് കുറച്ച് സ്റ്റക്കായി നിൽക്കുക. അതൊന്ന് പോകാനായിട്ടാണ് നമ്മളിതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് അകത്തോട്ട് ഓടിക്കുമ്പോഴേ എവിടെയെങ്കിലുമൊക്കെ എയർ ബബിൾ സ്റ്റക്കായിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊട്ടിപ്പൊയ്ക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓവൻ ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം, ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ. അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 170 ഡിഗ്രി സെൽഷ്യസിൽ. എനിക്കൊരു 35 മിനിറ്റാണ് ഞാൻ വെക്കാറുള്ളത് ഈ കേക്കിന്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പം 35 40 ഒക്കെ വരും. ഇപ്പം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്ക് പുറത്തെടുത്തു, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ കുക്ക് ആവിയോന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുപോലൊരു എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കിയാൽ അത് ഡ്രൈ ആയിട്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ റെഡിയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് ഒരു കുറച്ച് നേരം വെക്കണം. കാരണം ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ശേഷം ഞാനിതൊന്ന് എടുത്തിട്ട് നമുക്ക് ട്രേയിൽ നിന്ന് എടുത്ത് മാറ്റണം. കാരണം ഒരുപാട് നേരം ട്രേയിൽ വെച്ചാലും ട്രേ ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ടർ പോർഷനൊക്കെ ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരുപാട് നേരം ട്രേയിൽ വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ പെയ്യെ ഇളക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ സെൻറ്റർ പോർഷൻ ആദ്യം തന്നെ റിമൂവ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സൈഡ് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒട്ടിയിട്ട് കേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കുക. നിങ്ങളുടെ ട്രേക്ക് അനുസരിച്ച് തന്നെ അത് പതുക്കെ ഇളക്കുക. അതായിപ്പം ഞാൻ ടേൺ ചെയ്തിട്ടുണ്ട്. നല്ല കേക്കിൻ്റെ ട്രേയുടെ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേക്ക്. ഇപ്പം കുറച്ചൊരു ചൂടാണ്. അപ്പം ഇത്ര ചൂടോടെ നമ്മൾ കട്ട് ചെയ്യുന്നതും ശരിയായിട്ട് വരത്തില്ല. അപ്പം ഞാനൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 3/4 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് തണുക്കും. അത് കഴിഞ്ഞ് കട്ട് ചെയ്യാം. ഇപ്പം തണുത്തിട്ടുണ്ട്. ഞാനൊരു 1 അവർ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ഈ പൗണ്ട് കേക്കിൻ്റെ ഔട്ട് സൈഡൊക്കെ നല്ല എന്ന് വെച്ചാൽ നമ്മളങ്ങ് തൊട്ടാൽ ഉടനെ അങ്ങ് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നല്ല സോഫ്റ്റാണ്. അതിൻ്റെ അകമെന്ന് പറയുന്നത് നല്ല ഡെൻസ് ആയിരിക്കും. അതായത് ഒട്ടും എയർ ഹോൾസും ഗ്യാപ്പും ഒന്നും ഇല്ലാത്തൊരു ടെക്സ്ചറായിരിക്കും ഇതിൻ്റെത്. നമ്മൾ അതുപോലെ ക്രീം ചീസ് എന്നൊക്കെ പറയുന്നത് നല്ല ബോണ്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അതായത് വിപ്പിംഗ് ക്രീമിൻ്റെയോ അല്ലെങ്കിൽ ബട്ടർ ക്രീമിൻ്റെയോ ഒന്നും ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കേക്ക് തിന്നാനായിട്ട്. ഇതിൽ കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ ഐസ്ക്രീം വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഇതാണ് ഇതിൻ്റെ ഇന്നർ പോർഷൻ കണ്ടോ. വളരെ ഡെൻസ് എന്ന് വെച്ചാൽ ഒട്ടും എയർ ഹോൾസ് ഒന്നും ഇല്ലാതെ അങ്ങനെ നല്ല ബോണ്ടായിരിക്കും ഇതിന്. ക്രീം ചീസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. പാറൂസ് പാൻട്രി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.